കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണികൾ, അതിന്റെ ഒരു ടെസ്റ്റ് പേപ്പർ നിങ്ങൾ എഴുതിയല്ലോ. ഇതുപോലെ സെക്കൻഡ് ചാപ്റ്റർ സർക്കിൾസ് എന്ന അധ്യായത്തിന്റെ 20 മാർക്കിലുള്ള ഒരു ടെസ്റ്റ് പേപ്പർ തരികയാണ്. നിങ്ങൾ കഴിഞ്ഞ ടെസ്റ്റ് പേപ്പർ ചെയ്തതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കുക. നിങ്ങൾ തനിയെ ആൻസർ ചെയ്ത് നോക്കുക. ആൻസർ തരുന്ന ആൻസർ കീയുമായിട്ട് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് എത്രമാത്രം മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ അതിനെ പരിശോധിക്കുക. ഈ ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് മലയാളത്തിലൊന്ന് പറയുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ പി ക്യു വ്യാസമായി, ഇതാണ് ചിത്രം, പി ക്യു വ്യാസമാക്കി ഒരു വൃത്തം വരച്ചാൽ വൃത്തത്തെ അടിസ്ഥാനമാക്കി എ ബി സി എന്നീ ബിന്ദുക്കളുടെ സ്ഥാനം എവിടെയായിരിക്കും? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇതാണ് അതിന്റെ ഫിഗർ. ഇത് ഇൻ ദ ഫിഗർ, ചിത്രത്തിൽ ആംഗിൾ എ ബി ഒ 40 ഡിഗ്രി, ആംഗിൾ എ ഡി ഒ 30 ഡിഗ്രി ആയാൽ കോൺ എ എത്ര? സെക്കൻഡ് ക്വസ്റ്റ്യൻ, കോൺ ബി ഒ ഡി കാണുക, കോൺ ഒ ബി ഡി കാണുക, കോൺ സി കാണുക. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ഇതാണ് ഫിഗർ. ചിത്രത്തിൽ എ ബി സമം 16 സെന്റിമീറ്റർ, പി സി സമം 5 സെന്റിമീറ്റർ, സി ഡി സമം 40 സെന്റിമീറ്റർ ആയാൽ പി ബിയുടെ നീളം കാണുക. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, എ ബി സി ഡി എന്നീ ഞാണുകൾ വൃത്തത്തിനകത്തെ പി എന്ന ബിന്ദുവിൽ ഖണ്ഡിക്കുന്നു. പി എ സമം 6 സെന്റിമീറ്റർ, എ ബി സമം 14 സെന്റിമീറ്റർ, പി സി സമം 4 സെന്റിമീറ്റർ ആയാൽ സി ഡി കാണുക. ദെൻ അഞ്ചാമത്തെ ചോദ്യം, 3 സെന്റിമീറ്റർ ആരമുള്ള വൃത്തം വരയ്ക്കുക. 60 ഡിഗ്രി 70 ഡിഗ്രി കോണളവുകളുള്ള ത്രികോണം ശീർഷങ്ങൾ വൃത്തത്തിലെ ബിന്ദുക്കളാകത്തക്ക വിധം വരയ്ക്കുക. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ, നീളം 7 സെന്റിമീറ്ററും വീതി 4 സെന്റിമീറ്ററും ഉള്ള ചതുരം വരയ്ക്കുക. ചതുരത്തിന് തുല്യ പരപ്പളവുള്ള സമചതുരം വരയ്ക്കുക. ഇത്രയുമാണ് ചോദ്യങ്ങൾ. ഇനി നിങ്ങൾ ആൻസർ എഴുതി തുടങ്ങും. നിങ്ങൾ ആൻസർ എല്ലാം ചെയ്തു കഴിഞ്ഞല്ലോ. എത്രമാത്രം നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് നമുക്ക് പരിശോധിക്കാം. നോക്കാം. ഒന്നാമത്തെ ചോദ്യം, in the figure, if we draw a circle with a PQ as diameter, write the position of the points A, B, C about the circle. PQ വ്യാസമാക്കി ഒരു വൃത്തം വരച്ചാൽ, PQ വ്യാസമാക്കി ഒരു സർക്കിൾ വരച്ചാൽ, since angle B is equal to 90 degree, first question ആൻസർ ആണ്. ഒന്നാമത്തെ ആൻസർ, angle B is equal to 90 degree and PQ is a diameter. PQ diameter ആണ്. Therefore B is a point on the circle. P is a point on the circle. എന്തുകൊണ്ടാണ് ബി സർക്കിളിലെ പോയിന്റ് ആകാൻ കാരണം ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇവിടെ റീസൺ എഴുതാം. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണാണ് എന്ന കാര്യം ഉപയോഗിച്ചുകൊണ്ട് ആംഗിൾ ബി 90 ഡിഗ്രി. ദെൻ സി, ആംഗിൾ സി എന്ന് പറയുന്നത് 90-നേക്കാൾ കുറവല്ലേ? ആംഗിൾ സി എന്നത് ലെസ് ദാൻ 90 ഡിഗ്രി അല്ലേ? Therefore എന്താണ്? സി ഈസ് എ പോയിന്റ് ഔട്ട്സൈഡ് ദ സർക്കിൾ. Therefore സി എന്ന ബിന്ദു വൃത്തത്തിന് പുറത്താണ്. ദെൻ അഗൈൻ എ, ആംഗിൾ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രിയാണ്, മോർ ദാൻ 90 ഡിഗ്രിയാണ്, 90-നേക്കാൾ കൂടുതലാണ് അല്ലെ? അതുകൊണ്ട് നമുക്ക് പറയാം എന്ത്? എ ഈസ് എ പോയിന്റ് ഇൻസൈഡ് ദ സർക്കിൾ. ഇൻസൈഡ് ദി സർക്കിൾ. അതാണ് ഒന്നാമത്തെ ആൻസർ. ഒന്നാമത്തേന് മാർക്ക് പറഞ്ഞിരിക്കുന്നത് 3 മാർക്സ് ആണ്. കിട്ടിയല്ലോ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ angle ABO is equal to 40 degree. Angle ABO, this angle is 40 degree. Angle ADO 30 degree. ADO, this angle is 30 degree. Then find the angle A. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ഈ ചാപ്റ്റർ പറഞ്ഞ കാര്യം എന്ത് ചെയ്യുക? നമ്മൾ ഇങ്ങനെ ഒന്ന് വരയ്ക്കണം, ഒരു റേഡിയസ് വരയ്ക്കുക. ദെൻ ദിസ് ട്രയാങ്കിൾ ബിക്കംസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. ഇതൊരു സമപാർശ്വ ത്രികോണമായിട്ടുണ്ട് എന്നും അതുകൊണ്ട് ഇത് 40 ഡിഗ്രി ആയിരിക്കുമെന്നും ഇത് 30 ആയതുകൊണ്ട് ദിസ് ആംഗിൾ വിൽ ബിക്കം 30 ഡിഗ്രി എന്ന് നമുക്കറിയാം. സോ നമ്മൾ റീസൺ എഴുതിയാണ്. രണ്ടാമത്തെ ആൻസർ, ആംഗിൾ ഒ ബി എ 40 ഡിഗ്രി ആയതുകൊണ്ട് ആംഗിൾ
ഒ എ ബിയും 40 ഡിഗ്രി തന്നെ. ആംഗിൾ ഒ ഡി എ 30 ഡിഗ്രി ആയതുകൊണ്ട് ആംഗിൾ ഒ എ ഡിയും 30 ഡിഗ്രി തന്നെ. റീസൺ എന്താണ്? ബേസ് ആംഗിൾസ് ഓഫ് ആൻ ഐസോസെലസ് ട്രയാംഗിൾ, സമപാർശ്വ ത്രികോണത്തിന്റെ പാദകോണുകൾ തുല്യമാണ്. സോ ആംഗിൾ എ ഈസ് ഈക്വൽ ടു, ഒന്നാമത്തെ ചോദ്യം ആംഗിൾ എ എന്നാണ്, എത്രയാ? 40 + 30 ദാറ്റ് ഈസ് 70 ഡിഗ്രി. ഒന്നാമത്തെ ആൻസർ റെഡി അല്ലേ? ഓക്കെ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ആംഗിൾ ബി ഒ ഡി. ബി ഒ ഡി എവിടെയാ? ബി ഒ ഡി ഇതെത്ര? അതേത് പ്രോപ്പർട്ടി? ആംഗിൾ ഇൻ ആൻ ആർക്ക് ഈസ് ഹാഫ് ദ മെഷർ ഓഫ് സെൻട്രൽ ആംഗിൾ ഓഫ് ഓപ്പോസിറ്റ് ആർക്ക് അല്ലെ? ഇതിന്റെ ഇരട്ടി ഇത്, ഇതിന്റെ പകുതി അത്. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മള് 1, 2, 3 എഴുതി ചെയ്യണേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആംഗിൾ ബി എ ഡി 70 ഡിഗ്രി ആയതുകൊണ്ട് ആംഗിൾ ബി ഒ ഡി എന്നത് അതിന്റെ ഇരട്ടി 140 ഡിഗ്രി ആയിരിക്കും. റീസൺ എന്താണ്? ചാപത്തിലെ കോണിന്റെ അളവ് ശിഷ്ടചാപത്തിന്റെ കേന്ദ്ര കോണളവിന്റെ പകുതി. ആംഗിൾ ഇൻ ആൻ ആർക്ക് ഈസ് ഹാഫ് ദ മെഷർ ഓഫ് സെൻട്രൽ ആംഗിൾ ഓഫ് ഓപ്പോസിറ്റ് ആർക്ക് എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ദെൻ ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ആംഗിൾ ഒ ബി ഡി. ഒ ബി ഡി ഇത് എത്രയാണോ ചോദ്യം. നമുക്ക് ഈ തേർഡ് ക്വസ്റ്റ്യനില് ഒരു ഐസോസെലസ് ട്രയാംഗിൾ ഇരിപ്പില്ലേ? ഇങ്ങനെ ഒരു ഐസോസെലസ് ട്രയാംഗിൾ ഇല്ലേ? എത്രയൊക്കെയാ ഈ ആംഗിൾ മെഷർ? അതായത് ബി ഒ ഡി എത്ര? 140 ആണ്. ഇത് ഐസോസെലസ് ട്രയാംഗിൾ അല്ലേ? 2 sides ഈക്വൽ. സോ ദീസ് 2 sides ആർ ഈക്വൽ. സോ ദിസ് ഈസ് ആൻ ഐസോസെലസ് ട്രയാംഗിൾ, സമപാർശ്വ ത്രികോണം, ബേസ് ആംഗിൾസ് ഈക്വൽ. എത്ര വീതം? ഒ ബി ഡി അല്ലേ ചോദിച്ചേക്കുന്നത്? ആംഗിൾ ഒ ബി ഡി എന്ന് പറയുന്നത് 180 നിന്ന് 140 കുറച്ച് പകുതി എടുക്കുക, ഹാഫ് എടുക്കുക. അപ്പോൾ 40/2 ദാറ്റ് ഈസ് 20 ഡിഗ്രി. ഇത് 20, ഇത് 20. അപ്പൊ ഇതാണ് സമപാർശ്വ ത്രികോണത്തിന്റെ പാദകോണുകൾ തന്നെ കാരണം. ഇത് 20, 20. ഓക്കെ ആയല്ലോ? ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ആംഗിൾ സി. ഇത് ആംഗിൾ സി, ഫോർത്ത് ക്വസ്റ്റ്യൻ ഫൈൻഡ് ആംഗിൾ സി എന്നാണ്. അപ്പൊ ഫോർത്തിന്റെ ആൻസർ എഴുതുകയാണ്. ആംഗിൾ സി ഇസ് ഈക്വൽ ടു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലേ? നമ്മൾ ഈ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ ചക്രീയ ചതുർഭുജം അല്ലേ? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ പ്രോപ്പർട്ടി അറിയാം, സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ഡിഗ്രി. സോ ദിസ് ആംഗിൾ ഈസ് 70 ഡിഗ്രി, ദിസ് ആംഗിൾ ഈസ് 180 - 70. സോ ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 - 70, 110 ഡിഗ്രി. റീസൺ എന്തെഴുതും? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ തിയറം എന്നോ സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ സപ്ലിമെന്ററി. ചക്രീയ ചതുർഭുജത്തിന്റെ എതിർ ശീർഷ കോണുകൾ അനുപൂരകങ്ങളാണ് എന്ന കാരണം എഴുതാം. അപ്പോ കംപ്ലീറ്റ് ആയല്ലോ. ഇവിടെ ഒരുപാട് പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്. സോ ഈ ചിത്രം, ഈ ഫിഗർ വെച്ചുള്ള പ്രോബ്ലം കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു വെക്കുക. സിമ്പിൾ ആണ് കാര്യം, എങ്കിലും ഇതിൽ നിന്ന് കുറെ പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്. അപ്പോ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ 4 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, സബ് ക്വസ്റ്റ്യൻസ്. അതിന്റെ 4 മാർക്ക് നിങ്ങൾ നേടിയിട്ടുണ്ടല്ലോ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ 3 മാർക്കാണ്. ക്വസ്റ്റ്യൻ, in the figure if AB is equal to 16 centimeter, PC is 5 centimeter, CD 40 centimeter, find PB. PB യുടെ നീളം കാണും. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ 2 chords intersecting inside the circle at PO, 2 chords intersecting extended to meet at an external point, വൃത്തത്തിന്റെ ബാഹ്യബിന്ദുവിൽ ഖണ്ഡിക്കുന്നു എന്ന് പറയുമ്പോഴോ, അല്ലെങ്കിൽ ടാൻജന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു കാര്യം ഇതുപോലത്തെ ഒരു ഫിഗർ പഠിച്ചായിരുന്നു അതോ, അല്ലെങ്കിൽ എ ബി ഡയമീറ്ററും സി ഡി എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ കോഡും ആയിട്ട് വരുന്നതോ ആയ ഏതെങ്കിലും 1, 2 ചോദ്യങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതില് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കയറി വരുന്നതായിട്ടുള്ള പ്രോബ്ലം വളരെ ശ്രദ്ധയോടെ പഠിക്കണം. അതാണ് ഇവിടെ വരിക. അപ്പൊ അതെങ്ങനെ തിരിച്ചറിയും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ വന്നോ ഇല്ലെന്ന്? ഒന്ന് എഴുതി നോക്കിയേ. ഇവിടെ നിങ്ങൾക്കറിയാം പി എ ഇൻറ്റു പി ബി ഈക്വൽസ് പി സി ഇൻറ്റു പി ഡി ആണെന്നറിയാം അല്ലെ? പി എ ഇൻറ്റു പി ബി ഈക്വൽസ് പി സി ഇൻറ്റു പി ഡി. ഇവിടെ പി എ അറിയാവോ എഴുതാൻ? പി എത്രയാണെന്ന് അറിയില്ല. പി ബി അറിയാവോ? പി ബി അറിയില്ല, അതും അറിയില്ല. എ ബി അറിയാവുന്നത് മനസ്സിലായാലോ? അപ്പൊ ഇവിടെ പി എയും അറിയില്ല, പി ബിയും അറിയില്ല. അങ്ങനെ 2 അൺനോൺ വാല്യൂസ് വരുന്ന സമയം നമ്മൾ എക്സ് എടുക്കാതെ ഒരു നിവൃത്തിയുമില്ല, അവിടെ എക്സ് എടുക്കുക.
ഓക്കെ, അപ്പോൾ എക്സ് എടുത്താൽ ഇനി പറഞ്ഞ് പി എ എത്ര എക്സ് ഇൻറ്റു പി ബി എത്ര എക്സ് പ്ലസ് 16 ഈസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി സി 5 ആണ് ഇൻറ്റു പി ഡി എത്ര 40 പ്ലസ് 5 45. ഓക്കെ, പി എ എക്സ്, പി ബി 16 പ്ലസ് എക്സ്, പി സി 5, പി ഡി 40 പ്ലസ് 5 45. മനസ്സിലായി? പക്ഷേ ഇവിടെ പി എ തന്നിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഈ എക്സ് എടുക്കേണ്ട ആവശ്യം വരില്ല. ഉദാഹരണത്തിന് പി എ ആണ് 16 16 എന്ന് തന്നിരിക്കുന്നെങ്കിൽ പി എ ഇൻറ്റു പി ബിക്ക് നമ്മൾ എന്ത് എഴുതാം 16 ഇൻറ്റു പി ബി എന്ന് എഴുതിയാൽ മതി. അവിടെ എക്സിന്റെ കാര്യം വരുന്നില്ല. അപ്പോൾ ഒരു അൺനോൺ വാല്യൂ ആണ് ഉള്ളതെങ്കിൽ നമുക്ക് എക്സ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല, സെക്കൻഡ് ഡിഗ്രി ആകില്ല. രണ്ട് അൺനോൺ വാല്യൂസ് പി എയും അറിയില്ല പി ബിയും അറിയില്ല, അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ എക്സ് എടുത്ത് സെക്കൻഡ് ഡിഗ്രി ആയി ചെയ്യണം. ഓക്കെ, ഇനി ഇത് എക്സ്പാൻഡ് ചെയ്ത് എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 16 ഈക്വൽസ് 5 ഇൻറ്റു 45 225. ഇനി സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമ്മൾ പഠിച്ചത് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡാണ്. എന്താ മെത്തേഡ്? ഇക്വാലിറ്റിയുടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എക്സിന്റെ 16 എക്സ് ഉണ്ട്, 16 എക്സ് പ്ലസ് 16, അതായത് എക്സിന്റെ കോഎഫിഷ്യന്റ് ആയ 16 അതിന്റെ ഹാഫ്. ഇക്വാലിറ്റിയുടെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എക്സിന്റെ കോഎഫിഷ്യന്റ് ആയ 16 അതിന്റെ ഹാഫ് 8 സ്ക്വയർ ആഡ് ചെയ്യുക. ഇക്വാലിറ്റിയുടെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും. അപ്പോ ലെഫ്റ്റ് സൈഡ് ഓട്ടോമാറ്റിക് ആയിട്ട് എക്സ് പ്ലസ് 8 ഹോൾ സ്ക്വയർ ആയിട്ടുണ്ടാകും. നമ്മുടെ ആ ക്ലാസ് എടുത്ത് കണ്ടാൽ എന്തുകൊണ്ട് എന്നൊക്കെ മനസ്സിലാവും. റൈറ്റ് സൈഡ് 225 പ്ലസ് 64 ആയി. അപ്പോൾ എക്സ് പ്ലസ് 8 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇത് ആഡ് ചെയ്തെടുക്കുക, എത്ര കിട്ടും? 5 പ്ലസ് 4 9, 6 പ്ലസ് 2 8 289. ഈ 289ന്റെയും നമ്മൾ എന്ത് ചെയ്യുക? സ്ക്വയർ ആക്കി എഴുതുക. എത്രയുടെ സ്ക്വയറാ? 289 17. അത് പ്ലസ് ആകാം മൈനസ് ആകാം. പ്ലസ് 17 ആയാലും സ്ക്വയർ പോസിറ്റീവ് ആണ്, മൈനസ് 17 ആയാലും സ്ക്വയർ പോസിറ്റീവ് ആണ്. അപ്പോൾ അത്രയും വന്നു. ഇനി നമുക്ക് ഈ വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് ടേക്കിംഗ് സ്ക്വയർ റൂട്ട് ഓൺ ബോത്ത് സൈഡ്സ്, രണ്ടിടത്തും സ്ക്വയർ റൂട്ട് എടുക്കുക. അപ്പോൾ സ്ക്വയർ എന്നുള്ളത് പോകും, പ്ലസ് ഓർ മൈനസ് 70. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി പ്ലസ് ഇട്ട് ഒരെണ്ണം എഴുതുക, മൈനസ് ഇട്ട് ഒരെണ്ണം എഴുതുക. എക്സ് പ്ലസ് 18 17, എക്സ് പ്ലസ് 8 നെഗറ്റീവ് 17. ഇനി എക്സ് ഈസ് ഈക്വൽ ടു 17 മൈനസ് 8 9. ഇവിടെ എന്ത് പറ്റും? നെഗറ്റീവ് 17 മൈനസ് 8 എന്നാകും, നെഗറ്റീവ് വാല്യൂ ആണ്. സോ ഇഗ്നോർ ഇറ്റ്, അത് നമ്മൾ എടുക്കണ്ട. സോ എക്സ് ഈസ് ഈക്വൽ ടു 9. എക്സ് എന്ന് വെച്ചാൽ പി എ ആണ്, അത് 9 കിട്ടി. നമ്മുടെ ചോദ്യം എന്താണ്? ഫൈൻഡ് പി ബി എന്നാണ്. പി ബി. സോ പി എ ഈസ് ഈക്വൽ ടു 9 സെന്റിമീറ്റർ, പി ബി ഈസ് ഈക്വൽ ടു 9 പ്ലസ് 16 എത്രയാണ്? 25 സെന്റിമീറ്റർ. സോ ദാറ്റ് ഈസ് ദ ആൻസർ. അപ്പൊ 3 മാർക്ക് നിങ്ങൾക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന ചാപ്റ്ററുമായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചാൽ നേടിയെടുക്കാം. 3 മാർക്കിന്റെ 4th ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ടു കോഡ്സ് എ ബി ആൻഡ് സി ഡി ഇന്റർസെക്ട് ഇൻസൈഡ് ദ സർക്കിൾ അറ്റ് പി. എ ബി സി ഡി എന്നീ ഞാനുകൾ വൃത്തത്തിനകത്തെ പി എന്ന ബിന്ദുവിൽ ഖണ്ഡിക്കുന്നു. പി എ 6 സെന്റിമീറ്റർ, എ ബി 14. എ ബി ആണ് 14. അപ്പൊ ഇത് എത്ര? 8. 14 മൈനസ് 6 8. അത് കണ്ടെത്തണം. ദെൻ പി സി 4 സെന്റിമീറ്റർ, ഫൈൻഡ് സി ഡി. ഇതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ? ഇവിടെ ടു കോഡ്സ് ഇന്റർസെക്ടിങ് ഇൻസൈഡ് ദ സർക്കിൾ അറ്റ് പി എന്ന് പറയുമ്പോൾ എന്താ സംഭവം? പി എ ഇൻറ്റു പി ബി ഈക്വൽസ് പി സി ഇൻറ്റു പി ഡി. പി എ എത്ര? പി എ 6 ആണ്. ഇൻറ്റു പി ബി എത്ര? 8 ഈക്വൽസ് പി സിയോ 4 ഇൻറ്റു പി ഡി അറിയില്ല. അപ്പൊ പി ഡി കാണാൻ എന്താ ചെയ്യുക? 6 ഇൻറ്റു 8/4 ചെയ്യും. Then കട്ട് ചെയ്യാൻ നമുക്ക് 4 2s are 8, 3 2s are, then 3 into 4 12. PD is equal to 12 സെന്റിമീറ്റർ. പി ഡിയുടെ ലെങ്ത് 12 എന്ന് കിട്ടി. പി ഡി ഇത് 12 എന്ന് കിട്ടി. നമ്മുടെ ചോദ്യം സി ഡി കണ്ടെത്താനായിരുന്നു.
CD എന്ന് പറയുന്നത് എന്താ ടോട്ടലാണ് 12+4 = 16 സെന്റിമീറ്റർ. നിങ്ങൾ ഈ PD കണ്ടെത്തി കഴിയുമ്പോൾ നിർത്തിക്കളയരുത് കേട്ടോ. ക്വസ്റ്റ്യൻ നോക്കണം, കംപ്ലീറ്റ് ചെയ്യണം, ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കൊന്ന് ആൻസർ കണ്ടെത്തിയതിനു ശേഷം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. 6 × 8 48, 4 × 12 48. അപ്പോൾ ആൻസർ കറക്റ്റ്, 3 മാർക്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒരു കൺസ്ട്രക്ഷൻ ആയിരുന്നു. നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ധാരാളം കൺസ്ട്രക്ഷൻസ് ഉണ്ട് പഠിക്കാനായിട്ട്. അതിലൊരു കൺസ്ട്രക്ഷൻ ആണ്, പക്ഷേ നമ്മൾ അബദ്ധവശാൽ വിട്ടുകളയുന്നതോ അല്ലെങ്കിൽ തെറ്റിക്കുന്നതോ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. എന്താ ചോദ്യം എന്താണ്? ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റർ. അപ്പോൾ ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുക, ഒരു വൃത്തം വരയ്ക്കുക. എന്നിട്ട് ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് ആംഗിൾ 60 ഡിഗ്രി ആൻഡ് 70 ഡിഗ്രി വിത്ത് വെർട്ടിസസ് ഓഫ് ദ ട്രയാങ്കിൾ ഓൺ ദ സർക്കിൾ. ഇതിലൊരു ത്രികോണം വരയ്ക്കണം. ആ ത്രികോണത്തിന്റെ പ്രത്യേകത എന്താ? ത്രികോണത്തിന്റെ ശീർഷങ്ങൾ വൃത്തത്തിലെ ബിന്ദുക്കളാകത്തക്ക വിധം വേണം വരയ്ക്കാൻ. അതാണ് ചോദ്യം. അപ്പൊ എന്ത് ചെയ്യുക? നമുക്കൊരു റഫ് ഫിഗർ വരച്ചു നോക്കിയാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും കേട്ടോ. റഫ് ഫിഗർ വരച്ചു നോക്കിയാൽ ഒരു സർക്കിൾ 3 സെന്റിമീറ്റർ റേഡിയസ് വരക്കാൻ പറഞ്ഞു, വരച്ചു. എന്നിട്ട് നമുക്ക് വരയ്ക്കാൻ പോകുന്ന ട്രയാങ്കിള് ദേ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആയിരിക്കും. എന്താ പ്രത്യേകത? വെർട്ടിസസ് ഓഫ് ദി ട്രയാങ്കിൾ ഓൺ ദ സർക്കിൾ. ഇപ്പോൾ ABC ആണ് ട്രയാങ്കിൾ എങ്കിൽ ഈ വേർട്ടെക്സ് എയും ബിയും സിയും എവിടെയാണ്? സർക്കിളിലെ പോയിന്റ്സ് ആണ്. കൂടാതെ ആംഗിൾസ് 60യും 70 ഡിഗ്രിയുമാണ്. ഓക്കെ, ആംഗിൾസ് 60യും 70യും. അപ്പൊ ഇവിടെ എത്രയായിരിക്കും? 50 ആണ് അല്ലെ? സം ഓഫ് ആംഗിൾസ് 180 ആകത്തക്ക വിധത്തില് 50 ആണ്. ഓക്കെ, ഇതാണ് നമുക്ക് വരയ്ക്കാനുള്ളത്. അപ്പൊ ഈ ചിത്രവും നിങ്ങൾ കഴിഞ്ഞ 2 ക്ലാസ് മുമ്പ് ഞാൻ മറ്റൊരു ഇൻസർക്കിൾ വരയ്ക്കാൻ പഠിപ്പിച്ചായിരുന്നു അല്ലെ? ഇൻസർക്കിള് തന്നെ 2 രീതിയിലുള്ള ചോദ്യം ഉണ്ടാവുമെന്ന് പ്രത്യേകം പറഞ്ഞു ഞാൻ പഠിപ്പിച്ചതാണ്. ശ്രദ്ധേയം വേണം എന്ന് പറഞ്ഞൊരു കാര്യമാണ്. അതും ഇതും തമ്മിൽ കൺഫ്യൂഷൻ ആയി പോരുത്. അതിൽ നമ്മൾ ചെയ്തത് ഓർമ്മയുണ്ടല്ലോ. അതിൽ സർക്കിളില് ഒരു ട്രയാങ്കിൾ വരുമ്പോൾ അത് ടാൻജന്റ് ആകത്തക്ക വിധത്തിൽ വരയ്ക്കുക എന്നുള്ളതായിരുന്നു ചോദ്യം. സർക്കിളിന്റെ ടാൻജൻസ് ട്രയാങ്കിളിന്റെ സൈഡ്സ് ആകത്തക്ക വിധം വരയ്ക്കുക എന്നായിരുന്നു. അതിന് നമ്മൾ ചെയ്തത് 180 മൈനസ് ആയത്. ഇപ്പോ 60 ആണെങ്കിൽ 180 മൈനസ് 60 ആണ് നമ്മൾ ചെയ്തത്. ഓർമ്മയുണ്ടല്ലോ, 180 മൈനസ് 60 120യും, അതുപോലെ ഇത് 70 ആണെങ്കിൽ 180 മൈനസ് 70 ആണ് ചെയ്തത്. ശ്രദ്ധിക്കണം. പക്ഷേ ഇവിടത്തെ പ്രത്യേകത എന്താണെന്നറിയാവോ? ഇത് 60 ആണെങ്കിൽ ഇത് സെന്റർ, ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? ഇങ്ങനെ 60 ആണെങ്കിൽ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 180 മൈനസ് അല്ല, ഇതിന്റെ ഇരട്ടിയാണ്, 120 ഡിഗ്രി ആയിരിക്കും. ഈ കാര്യമാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അവിടെ 180 മൈനസ് ആയിരുന്നു, ഇവിടെ ഡബിൾ, ഇരട്ടി എടുക്കണം. മനസ്സിലായാലോ? ഈ 2 ക്വസ്റ്റ്യൻസും ചോദിച്ചാൽ എന്ത് ചെയ്യുക? റഫ് ഫിഗർ വരച്ച് നോക്കിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് യാതൊരു സംശയമില്ലാതെ 180 മൈനസ് ആണോ അല്ലെങ്കിൽ ഇരട്ടിയാണോ എടുക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ റഫ് ഫിഗർ വരച്ച് നോക്കാം. അപ്പോ ഇവിടെ 70 ആണെങ്കിൽ ഇവിടെ എത്ര? 140 ആയിരിക്കണം. ഇത് 50 ആയതുകൊണ്ട് ഇത് 100 ആയിരിക്കണം. സം ഓഫ് ആംഗിൾസ് അറൌണ്ട് എ പോയിന്റ് ഈസ് 360 ഡിഗ്രി. ആ രീതിയിലായിരിക്കും. അപ്പൊ ഇതെങ്ങനെ വരയ്ക്കും? നിങ്ങൾ പറയുക. ആദ്യം എന്ത് ചെയ്യുക? ഒരു ലൈൻ വരയ്ക്കുക, ഇഷ്ടമുള്ള ഒരു റേഡിയസ് വരയ്ക്കുക. സെന്ററിൽ നിന്ന് ഇഷ്ടമുള്ള ഒരു റേഡിയസ് വരയ്ക്കുക. ഓക്കെ, റേഡിയസ് വരച്ചതിന് ശേഷം നമുക്ക് ഇവിടെ എത്ര ഡിഗ്രി? 100 ഡിഗ്രി അല്ലെ? പ്രൊട്രാക്ട് എടുക്കുക. റഫ് ഫിഗർ വരച്ചുവെങ്കിൽ വളരെ എളുപ്പം നമുക്ക് അത് നോക്കി വരയ്ക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് റഫ് ഫിഗർ വരയ്ക്കുക എന്ന് പറയുന്നത് വിട്ടുകളയരുത് കേട്ടോ. ഏത്? ഈ 2 ചോദ്യങ്ങൾക്കും ഈ പറഞ്ഞ ട്രയാങ്കിള് വരയ്ക്കാനാണെങ്കിലും ഈ ട്രയാങ്കിൾ വരയ്ക്കാനാണെങ്കിലും 2 തമ്മിൽ വ്യത്യാസമുണ്ട്. വെർട്ടിസസ് ഓൺ ദ സർക്കിൾ, ഇത് സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ടച്ചിങ് ദ സർക്കിൾ. ചോദ്യത്തിന് വ്യത്യാസം മനസ്സിലാക്കിയല്ലോ. സോ ദിസ് ആംഗിൾ ഈസ് 100 ഡിഗ്രി. Then again this angle 120, 120 ഡിഗ്രി ആക്കി ഇതും വരയ്ക്കുക. ഇത് പ്രൊട്രാക്ടർ വെച്ചിട്ട് 120 ഡിഗ്രി, 90, 120, ഇവിടെ 120 ഡിഗ്രി അവിടെ വരയ്ക്കാം. ഓക്കെ, അപ്പൊ ഇത് 120 വരച്ചു. ഇത് വരച്ചതിന് ശേഷം 120 ആയി. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് എത്രയായിരിക്കും? 140 ആയിരിക്കും അല്ലെ? ഇത് 140 ഡിഗ്രിയാണ്. ഇനി എന്ത് ചെയ്യുക? ജസ്റ്റ് ജോയിൻ ദ പോയിന്റ്സ്. ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സാധനമായി? നമ്മുടെ റിക്വയർഡ് ട്രയാങ്കിൾ, നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിച്ച ട്രയാങ്കിളായി. ട്രയാങ്കിൾ ABC വിത്ത് ആംഗിൾസ് ഇത് 100 ആണെങ്കിൽ ഇത് 50 ഡിഗ്രി, 120 ആയതുകൊണ്ട് 60, 140 ആയതുകൊണ്ട് 70 ഡിഗ്രി. ഇതാണ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്ന ട്രയാങ്കിൾ. പ്രിയകുട്ടികളെ, ഒരു കൺസ്ട്രക്ഷൻ കൂടി ഉണ്ടായിരുന്നു അല്ലെ? ഏതായിരുന്നു അത്? ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് ലെങ്ത് 7 സെന്റിമീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് 4 സെന്റിമീറ്റർ. 7 സെന്റിമീറ്റർ നീളവും 4 സെന്റിമീറ്റർ വീതിയുമുള്ള ചതുരം വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം?
ചതുരത്തിന് തുല്യ പരപ്പളവുള്ള സമചതുരം വരയ്ക്കുക. ഡ്രോ എ റെക്ടാംഗിൾ വിത്ത് ഏരിയ ഈക്വൽ ടു ദ ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ. അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ ഒരുപാട് ചെയ്ത് പഠിച്ചതാണ്, അതുകൊണ്ട് വീണ്ടും ഞാൻ മുഴുവൻ ആവർത്തിക്കുന്നില്ല. എന്താ നമ്മൾ ചെയ്തത്? 7 സെന്റിമീറ്റർ ലെങ്ത്തും ഈ പി വരെ എ പി 7 സെന്റിമീറ്റർ ലെങ്ത്തും 4 സെന്റിമീറ്റർ വിഡ്ത്തുമുള്ള റെക്ടാംഗിൾ വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ വിഡ്ത്ത് 4 അത് തന്നെ ഇങ്ങോട്ട് നീട്ടി. ഓർമ്മയുണ്ടല്ലോ, പി മുതൽ ഈ ഹൈറ്റ് ഇത് എത്രയായിരുന്നു? അത് ഇങ്ങോട്ട് നീട്ടി, 4 തന്നെ നീട്ടി. അപ്പോൾ ഇത് ടോട്ടൽ എത്രയായി? 7 + 4 11. 11ന്റെ മിഡ് പോയിന്റ് 5.5 വെച്ചു അല്ലെ. 5.5 എടുത്തിട്ട് എന്ത് ചെയ്തു? ഇവിടെ കോമ്പസ് കുത്തി ഒരു സെമി സർക്കിൾ വരച്ചു. ഓർമ്മയുണ്ടല്ലോ, സെമി സർക്കിൾ വരച്ചതിന് ശേഷം നമ്മൾ ഈ പിയിൽ നിന്ന് മുകളിലേക്ക് ജോയിൻ ചെയ്തപ്പോൾ സി എന്ന പോയിന്റ് ആണ് സർക്കിളിൽ കിട്ടിയ പോയിന്റ്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? കോമ്പസിൽ എടുക്കുക. ഈ അകലം തന്നെ നമ്മൾ കോമ്പസിൽ എടുത്തിട്ട് ഇങ്ങോട്ട് നീട്ടി. ഇവിടെ നമ്മൾ ഈ ലൈൻ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ആ അകലം തന്നെ ഇങ്ങോട്ട് നീട്ടിയെടുത്തു. പിന്നെ കോമ്പസ് എടുത്ത് ഇവിടെ ഒരു ആർക്ക് വരച്ചു. അവിടെയും നമ്മൾ ഈ അകലം തന്നെ എടുത്തിരിക്കുന്നത്, ഈ ഇങ്ങോട്ട് ആർക്ക് വരച്ചു. ഇവിടെ കുത്തി അതേ ആർക്ക് വരച്ചു. Then join these points to we will get a square whose area is equal to the area of the rectangle. കണ്ടോ, ഇത് നമ്മൾ പല പ്രാവശ്യം ചെയ്ത് പഠിച്ചുകൊണ്ട് ഞാൻ വീണ്ടും വിശദീകരിക്കുന്നില്ല, പഴയ ക്ലാസ്സുകളൊക്കെ എടുത്ത് കാണുക. അപ്പോൾ പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇപ്പോൾ ടോട്ടൽ എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഫുൾ മാർക്ക് കിട്ടിയവർ ഒന്ന് കൈപൊക്കിയേ. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ കൂടുതൽ ടെസ്റ്റ് പേപ്പറുകൾ അടുത്ത ക്ലാസ്സുകളിൽ ഉണ്ടാവും. നിങ്ങൾ ട്രൈ ചെയ്യുക. കൂടുതൽ ടെസ്റ്റ് പേപ്പർ എഴുതിയ കൂടുതൽ പ്രാക്ടീസ് ആവും, കൂടുതൽ മാർക്ക് കിട്ടും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു.